ഹായ് ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു ന്യൂസ് ചാനൽ കണ്ടു. ഒരു ലേഡി ഫോറസ്റ്റ് ഓഫീസർ ഒരു രാജവെമ്പാലയെ പിടിക്കുന്നത്. രാജവെമ്പാല എന്ന് പറഞ്ഞാൽ 18 അടി നീളവും മറ്റാണ് അതിന് കണ്ടത്. ഭയങ്കര വലുത്തൊരെണ്ണം. നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആയിട്ടുള്ളൊരു ആക്റ്റായിട്ടാണ് തോന്നിയത്. പക്ഷേ പേടിയാണത് വേറെ കാര്യം. രാജവെമ്പാല എന്ന് പറയുമ്പോഴേ പേടിയാണ്, പിന്നാണ് അതിൻ്റെ അടുത്ത് പോകുന്നത്. പിന്നെ ചേരയാണെങ്കിൽ പോലും ദൂരെ എവിടെയെങ്കിലും കണ്ടാൽ തന്നെ നമ്മൾ പാഞ്ഞു പോകും. അപ്പം എനിക്ക് തോന്നുന്നു, പക്ഷേ അതിനകത്തൊരു കാര്യം, ഈ ലേഡി അവർക്ക് പേടിയുണ്ടെങ്കിൽ പോലും അത് പേടിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ പെട്ടെന്ന് തന്നെ അതിനെ പിടിക്കാനായിട്ട് അതിനെ പിടിച്ചു എന്നുള്ളതാണ്. പിന്നെ ഒരിതെന്ന് വെച്ചാൽ, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പാമ്പിനെ പേടി തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പേടിയുണ്ടെങ്കിൽ പോലും പേടി പുറത്ത് കാണിക്കാൻ പറ്റില്ല. അതാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അവർ വളരെ ധൈര്യം ഉള്ള ആൾക്കാരായിട്ട് മുന്നോട്ട് വന്ന് ഇതിനെ പിടിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അതെന്തെങ്കിലും ആട്ടെ, ആ പേടി ഇല്ലാത്തവരുണ്ട് കേട്ടോ. എല്ലാവർക്കും പേടിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അതും പറഞ്ഞു വരണ്ട, എല്ലാവർക്കും പേടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പേടിയില്ലാത്ത ആണുങ്ങളും ഉണ്ട്, പേടിയില്ലാത്ത പെണ്ണുങ്ങളും ഉണ്ട്. എനിക്ക് പേടിയാണ്. അപ്പം ഇവർ പക്ഷേ വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് അതിനെ പിടിക്കുന്നുണ്ട്. ലാസ്റ്റ് മൊമെൻ്റ് അവരുടെ കോൺസെൻട്രേഷൻ, അതിനാണ് ഏറ്റവും കൂടുതൽ സല്യൂട്ട് കൊടുക്കേണ്ടത്. ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ നിന്ന് അപകടം പറ്റാതിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ തന്നെയല്ല, അവർ അതിനെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനെ എടുത്ത് കവറിലേക്ക് ഇടുന്ന കാണുമ്പോൾ നമുക്ക് ഒരു പൂച്ചക്കുട്ടിയെ ഇടുന്ന ലാഘവത്തോടു കൂടിയാണ് ലാസ്റ്റ് ആകുമ്പോൾ. കുറച്ച് സമയം എടുത്താണ് അവരത് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും അതിനെ ഒരു പൂച്ചക്കുട്ടിയെ എടുത്തിടുന്ന പോലെയാണ് ലാസ്റ്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പൂച്ചക്കുട്ടിയെ കവറിലേക്ക് ഇറക്കി വെക്കുന്ന പോലെ തോന്നും, ഫീൽ ചെയ്യും. പിന്നെ ആരൊക്കെ അതിൻ്റെ താഴെ കമൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാ ഒട്ടും പ്രൊഫഷണൽ അല്ല എന്ന്. എൻ്റെ പൊന്ന് സഹോദര, ഇത് പാമ്പാണ് സാധനം. പ്രൊഫഷണലായിട്ട് രാജവെമ്പാലയുടെ അടുത്ത് ഞാൻ വലിയ പ്രൊഫഷണലാണെന്ന് പറഞ്ഞു അതിനെ എങ്ങനെയെങ്കിലും ചാക്കി കയറ്റുക എന്നുള്ളതല്ലേ നോക്കേണ്ടത്. പിന്നെ ആരോ പറഞ്ഞേക്കുന്നത് അതിനെ പുറകോട്ട് വലിച്ചത് ശരിയായില്ല എന്ന്. പുറകോട്ട് വലിച്ചാലും മുന്നോട്ട് വലിച്ചാലും സാധനത്തിന് ആർക്കെങ്കിലും ഇത് കാരണം കൂടി നിൽക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ പിന്നെ അതും മതിയല്ലോ പിന്നെ ബാക്കി പറയാനായിട്ട്. അവരെങ്ങനെങ്കിലും അതിനെ ചാക്കി കയറ്റി എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിട്ടോട്ടെ. മനുഷ്യർക്കാർക്കും അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ. അതുതന്നെയല്ലേ വലിയ കാര്യം.